തലവേദന എന്ന് പറയുന്ന ഒരു സാധനം നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ്. ആർക്കും എപ്പോഴും എവിടെയും വേണമെങ്കിലും ഉണ്ടാവാം. ശരിക്കും ഷാനവാസ് തലവേദന എന്ന് പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹം കള്ളം പറഞ്ഞതൊന്നുമല്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ബിഗ് ബോസ് ഷാനവാസിനെയും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, രേണു സുധീനെയും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പില്ല് കൊടുത്താൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ നല്ല തണുപ്പ് കൂടുതലുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയിരിക്കാം അവിടെ, AC എപ്പോഴും വർക്ക് ചെയ്യുകയാണ്, അതൊക്കെ കൊണ്ടുപോവാം. പിന്നെ പല പല അസുഖങ്ങളുള്ള മനുഷ്യർക്കൊക്കെ തലവേദന ഉണ്ടാവും. മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും തലവേദന വരാം, രാത്രിയുടെ ഉറക്കക്കുറവ് കൊണ്ട് വരാം. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതിനവിടെ ഡോക്ടർ ഉണ്ട് പരിശോധിച്ച് കണ്ടെത്താനായിട്ട്. ഇവിടെ സംഭവിച്ചത്, നമുക്ക് സത്യത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് കണ്ടന്റ് ആണെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ക്യാപ്റ്റന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി, അനീഷ് അങ്ങനത്തെ ഒരു ഗെയിമാണ്, ഒറ്റപ്പെടൽ ഗെയിമാണ് അവിടെ എടുക്കുന്നത്. ആരുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാതെ മുഖം തിരിച്ച് കിടക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനത്തെ ഒരാൾ വീടിന്റെ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ഏറെക്കുറെ അസാധ്യമാണ് കണ്ടസ്റ്റൻസിന്. രാവിലെ എണീറ്റ് അനീഷ് ഏട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരാളെടുത്ത് പോയിട്ടാ എനിക്ക് തലവേദനയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അപ്പൊ ക്യാപ്റ്റൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ അതുമല്ല. ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞാലേ ക്യാപ്റ്റൻ അത് ബിഗ് ബോസിന്റെ അടുത്ത് പറയൂ. ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ക്യാപ്റ്റനുണ്ട്. അത് കുറച്ചൊക്കെ ഷാനവാസിനും ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് അങ്ങനെ ഇനി പ്രത്യേകിച്ച് ഞാൻ പോയി പറയണോ? ഓൾറെഡി ഇവിടെ എന്റെ തലവേദനയ്ക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാവരും കിടന്ന് സംസാരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? അയാൾക്കൊന്ന് പറഞ്ഞൂടെ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇവിടെ ക്യാപ്റ്റന്റെ ഭാഗത്തായി ഞാൻ തെറ്റു പറയൂ. അതിന്റെ കാരണം, ക്യാപ്റ്റൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, സ്മാർട്ട് പ്ലെയർ ആണ്, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ക്യാപ്റ്റൻ എന്ന പൊസിഷനിൽ അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റനാണ്. അപ്പൊ അവിടെ ഒരു പ്രശ്നമില്ലാതെ കണ്ടസ്റ്റൻസിന്റെ പ്രോബ്ലംസ് കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട്, ഒരു പ്ലെയർ എന്നതിന് മുകളിൽ അദ്ദേഹത്തിന്റെ മേലുള്ള ഉത്തരവാദിത്വമാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവി. ആ പദവിയിൽ ഇരിക്കുന്ന പ്ലെയർ എന്ന നിലയിൽ നോക്കുമ്പോൾ അനീഷ് ഒരു പരാജയമാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ ഉറപ്പായും ഉണ്ടാകേണ്ട ഒരാളാണ് അനീഷ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായി പോയി. എന്തായാലും ബിഗ് ബോസ് ഷാനവാസിനെയും വിളിപ്പിക്കുകയും ഡോക്ടറെ കാണാനുള്ള അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.